ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്കും സുഖമാണ്. ആക്ച്വലി നാളെ ഞങ്ങൾക്കൊരു പരിപാടിയുണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ചെറിയ പ്രിപ്പറേഷൻസിലാണ്. അപ്പോൾ നാളെ ഒരു അത്യാവശ്യം വലിയൊരു വീഡിയോ പ്രതീക്ഷിക്കാം. നാളെ ഇടുമോയെന്ന് എനിക്കറിയില്ല. കാരണം നാളെ ഈവനിങ് ആണ് ഞങ്ങൾ ഒരു പരിപാടിക്ക് പോകുന്നത്. ആ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഷാർജയിലാണ് ആ പ്രോഗ്രാം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ പ്രോഗ്രാമിൽ നമ്മുടെ ലക്ഷ്മി ഗോപാലസ്വാമി പുള്ളിക്കാരി പങ്കെടുക്കുന്നുണ്ട്. പുള്ളിക്കാരത്തിയുടെ ഡാൻസ് പ്രോഗ്രാമുണ്ട്. പിന്നെ ഹരീഷ് കണാരൻ കോമഡി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിനകത്ത്. താങ്ക് യു. അതിനിടയ്ക്ക് ഹെൽമോൾ എനിക്കൊരു ഫിഗ് കൊണ്ട് തന്നാണ്. ഹായ് പറഞ്ഞ നമ്മളെ ഇച്ചിരി ഹാർഡാണേ, കാരണം അവളത് എൻ്റെ വായിലേക്ക് ഫുള്ള് വെച്ചു. അപ്പം ഞാൻ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഞാൻ ഒന്ന് കഴിച്ചു തീർക്കട്ടെ, അല്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റൂല. അപ്പം ഞാൻ ഇന്നൊരു ചെറിയ ക്ലീനപ്പ്, ആക്ച്വലി ക്ലീനപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം ഈ പിമ്പിൾസ് ഒന്നും പോകില്ല. ഞാൻ പാർലറിലൊന്നും പോകുന്നില്ല. പാർലറിലൊന്നും പോകാണ്ട് ചെറുതായിട്ടൊരു സ്ക്രബ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ചെറുതായിട്ടൊരു സ്ക്രബ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതാ ഈ ഒരു സാധനമാണ്. ഇതിൽ നമ്മുടെ സ്ക്രബ്ബറാണ്. ആക്ച്വലി നമ്മുടെ കൈ കൊണ്ട് ചെയ്യുന്നതിനും നല്ല എഫക്റ്റീവാണ് ഈ ഒരു സാധനം കൊണ്ട് ചെയ്യുന്നത്. ഇത് കണ്ടാൽ ആണുങ്ങൾ തല ചെയ്യുന്ന വട്ടച്ചീപ്പ് പോലെ ഇരിക്കുമെങ്കിലും അതല്ല സാധനം. ഇതിനകത്ത് നമുക്ക് നമ്മുടെ സ്ക്രബ് ചെയ്യാനായിട്ടുള്ള ക്രീം ഉണ്ടാവില്ലേ, സ്ക്രബ്ബർ ക്രീം, അതിട്ടതിന് ശേഷം ഇതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട്, ഇങ്ങനെ ആരും താഴേക്ക് റൊട്ടേറ്റ് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മുടെ സ്കിൻ താഴേക്ക് ഇങ്ങനെ ലാഗാകാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. ഹായ് പറഞ്ഞ ഹേഡാപ്പി. ഹേഡാപ്പിക്ക് അവധിയാണ്, കാരണം ഇവിടെ നാഷണൽ ഡേ ആയതുകൊണ്ട് 4 days, സാറ്റർഡേ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, ഇനി വെനസ്ഡേ സ്കൂളിൽ പോയാൽ മതി. സോ എല്ലാ കാര്യങ്ങൾക്കും എന്നെ അക്കമ്പനി ചെയ്യാനായിട്ട് ഹേഡാപ്പി ഇവിടെ ഉണ്ട്. സോ ഇവർ ആക്ച്വലി അവർ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുക. ഹേവലോട്ടൻ ഉറങ്ങുക. ഹെലമോൾ ഇവിടെ നിന്ന് പിഗ് കഴിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ ഷീസ് വാച്ചിങ് കാർട്ടൂൺ. അപ്പം ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു സാധനമാണ്. നമ്മുടെ ഈ ഹാൻഡിന് ചെയ്യാൻ പറ്റുന്ന, അതായത് നമ്മുടെ ഹാൻഡ് കൊണ്ട് നമ്മൾ റബ്ബ് ചെയ്ത് കഴിയുമ്പം വളരെ കുറച്ച് മാത്രമേ നമുക്കിത് എഫക്റ്റീവ് ആവുള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് അത്യാവശ്യം ഒത്തിരി ഹാർഡല്ല. എന്നാൽ നമ്മുടെ ഡെഡ് സ്കിന്നുകൾ, ഈ നോസിൻ്റെ സൈഡിലുള്ള ഡെഡ് സ്കിന്നുകൾ, ഇവിടെയുള്ള ഡെഡ് സ്കിന്നുകൾ ഒക്കെ ഇതിന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ട് യൂസ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ ഇത് വളരെ സ്മൂത്തുമാണ്. അത്യാവശ്യം നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടാൻ പറ്റും. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ കുറച്ച് കാപ്പിപ്പൊടിയും കുറച്ച് പഞ്ചസാരയും അതിനകത്ത് തേൻ മിക്സ് ചെയ്തതാണ്. ഇതാണ് ഞാൻ സ്ക്രബ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ നല്ലതുപോലെ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് പിമ്പിൾസ് ഉള്ളതുകൊണ്ട് ഞാൻ ക്രീമും കാര്യങ്ങളൊന്നും മുഖത്തേക്ക് യൂസ് ചെയ്യുന്നില്ല, കാരണം എനിക്ക് ഒരുപാട് പിമ്പിൾസ് ഉണ്ട്. ജസ്റ്റ് എനിക്ക് എൻ്റെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് ഒരു ചെറിയൊരു വൈറ്റനിങ്ങും ഈ ഒരു കോമ്പിനേഷൻ ആക്ച്വലി നമ്മുടെ സ്കിന്നും കൂടെ കുറച്ചൊരു വൈറ്റ് ആക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അധികം സ്കിൻ വൈറ്റ് ആവുമെന്ന് പറഞ്ഞാൽ ഒരുപാട് വൈറ്റൊന്നും ആവില്ല. പക്ഷേ നമ്മൾ ഈ ഡെഡ് സ്കിന്നുകൾ കാര്യങ്ങൾ, നമ്മുടെ മൂക്കിനടുത്തുള്ള ഡെഡ് സ്കിന്നുകൾ കാര്യങ്ങളെല്ലാം ഇത് റിമൂവ് ചെയ്യും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിത് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ ആ ഒരു സ്ക്രബ്ബറാണ്. ഇതിലേക്ക് ചെയ്തിട്ട് ഇതുകൊണ്ട് മെല്ലെ 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 ചോക്ലേറ്റ് പിള്ളേരൊക്കെ കൗതുകത്തോടെ നോക്കി നിൽക്കുക. നമ്മളെപ്പോഴും സ്ക്രബ് ചെയ്യുമ്പോൾ മുകളിലുള്ള ഭാഗത്തേക്ക് സ്ക്രബ് ചെയ്യാവുള്ളൂ, നോട്ട് ഡൗൺ. ഞാൻ എന്നിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം.
ഈ ഭാഗങ്ങളിലൊക്കെ അത്യാവശ്യം നമുക്ക് നല്ല ഡെഡ് സ്കിൻ ഉണ്ടാവും. ഞാൻ ഫേസിൻ്റെ എല്ലാ പാർട്ടിലേക്കും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഫോർ ഹെഡിൻ്റെ ഏരിയ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ എവിടെയെങ്കിലും നമുക്ക് സ്വസ്ഥമായിട്ട് ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും മെയിനാണ്, നല്ലതാണ്. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യും. ഹേടാപ്പി കുഞ്ഞാവെ ഒന്ന് ആട്ടി വിട്ടേ മന്നെ തൊട്ടി കിടക്കുന്നത്. ഹേബിൾ എണീറ്റു. അധികം നേരം ഒന്നും ചെയ്യണ്ട കേട്ടോ, വളരെ കുറച്ച് സമയം നമ്മൾ ചെയ്താൽ മതി. എന്നിട്ട് ഞാനൊരു 5 മിനിറ്റ്സ് ഈ റബ്ബിങ് കഴിഞ്ഞതിന് ശേഷം ഒരു 5 മിനിറ്റ്സ് ഇങ്ങനെ ലീവ് ചെയ്യും. ഈ ഹണിയൊക്കെ നല്ലതുപോലെ നമ്മുടെ നല്ലതാണ്. ഒരുപാടിട്ടിങ്ങനെ ഹാർഡായിട്ട് വരയ്ക്കൊന്നും വേണ്ട. ബാക്കി നമുക്ക് ഫേസിലേക്ക് ചുമ്മാ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ്സ് ഞാൻ 2 അല്ലെങ്കിൽ 3 മിനിറ്റ്സ് ഹാർഡ് 3 മിനിറ്റ്സ് നമ്മൾ അതിട്ടിട്ട് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ ഇത്. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് നമ്മൾ മുഖത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണങ്ങി കഴിയുമ്പോൾ നമ്മളിത് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കുക, മുഖം വാഷ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതാണ് നമ്മുടെ ഒരു എന്താ പറയുക നാച്ചുറൽ സ്ക്രബ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര എഫക്റ്റീവാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ഫേസ് സ്ക്രബാണിത്. ഞാൻ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുന്നതിന് മുമ്പ് ജസ്റ്റ് മുഖം ക്ലെൻസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെയാണ് ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കുന്നത്. സോ നമ്മൾ ഫ്രഷ് ആയിട്ടിരിക്കുകയും ചെയ്യും. ഇതിനകത്ത് ഹാംഫുള്ളായിട്ടൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഹണിയും കോഫി പൗഡറും. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കോഫി പൗഡറാണ് കേട്ടോ. ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ കോഫി പ്ലാന്റിലുണ്ടായ സീഡ് പൊടിച്ച് കൊണ്ടുവന്നത്. എന്നിട്ട് അതിനകത്തേക്ക് നമ്മുടെ വീട്ടിലെ പഞ്ചസാര ചേർത്ത് അതിനകത്ത് തേൻ ചേർത്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. തേൻ കുറച്ച് സ്റ്റിക്കിയാണ്, എന്നാലും കുഴപ്പമില്ല, നല്ലതാണ്. സോ ഞാൻ ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എൻ്റെ ഫേസിൻ്റെ മാറ്റം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, ഇതിപ്പോൾ ഒരു 10 മിനിറ്റ്സ് ആയിട്ടുണ്ട് ഞാൻ മുഖത്ത് വെച്ചിട്ട്. അപ്പോൾ നമുക്കിത് വാഷ് ചെയ്തിട്ട് ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പം ഞാൻ എൻ്റെ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. ഹെലമോക്കും വേണമെന്ന് പറഞ്ഞതിന് ഞാൻ സ്ക്രബൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു ഇത്തിരി ഞാൻ അവളുടെ മുഖത്ത് തേച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒട്ടും ഹാർംഫുൾ അല്ലല്ലോ. ഇത് ജസ്റ്റ് കോഫി പൗഡറും പഞ്ചസാരയും തേനും ആയതുകൊണ്ട് ജസ്റ്റ് ചുമ്മാ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു അവളുടെ ഒരു സന്തോഷത്തിന്. ഇത് ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നു. എൻ്റെ ഡാർക്ക് സർക്കിളല്ല, എൻ്റെ ഡെഡ് സ്കിന്നുകളെല്ലാം ഉണ്ടായിരുന്നതെല്ലാം പോയി. ഇവിടെല്ലാം നല്ല നല്ല ക്ലീനായി. ഇതാണ്. അപ്പോൾ നാളെ നമുക്കൊരു അതായത് മോൻ്റെ ഫേസ് വാഷ് ചെയ്യാം. മോൻ്റെ ഇപ്പോൾ ഫേസ് വാഷ് ചെയ്യാം കേട്ടോ. അപ്പം അമ്മ കഴുകി തരാം, വെയിറ്റ് ചെയ്യാം. അപ്പോൾ അമ്മ കഴുകി തരാം, പറയുന്നത് കേൾക്ക്. അപ്പം ഇതാണ് ഞാൻ അത് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ ലുക്ക്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എനിക്ക് കമൻറ്റിലിടണം കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ, നിങ്ങൾ ഡെഡ് സ്കിന്നുകളൊക്കെ പോയിട്ടുണ്ടോ, നിങ്ങളുടെ ഫേസ് ഇത്തിരി സ്മൂത്തായിട്ട് കിട്ടിയോ എന്നൊക്കെ ഉള്ളതൊക്കെ എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. സോ ഇനി ഇതുപോലുള്ള നല്ല ടിപ്സുമായിട്ട് ഞാൻ വരാം. If
യു ലൈക്ക് ദ വീഡിയോ, നിങ്ങൾ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സോ സി യു വിത്ത് അനദർ വീഡിയോ. ബൈ, ടേക്ക് കെയർ. ബൈ പറ, ബൈ പറ. ആ അമ്മ കാശ് ചെയ്യാം. ബൈ ബൈ പറ. ബൈ ബൈ, ടേക്ക് കെയർ എന്ന് പറ. സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് പറ. ആ സബ്സ്ക്രൈബ് ചെയ്യണേ പറ. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു. ബൈ ബൈ, ടേക്ക് കെയർ.